പോലും വരെ നമുക്ക് ഇവിടെ നമുക്ക് ആർക്കൊന്നത് കിട്ടും. സുഖമാണോ? സുഖമാണ്. സുഖം. നാം ക്യാ ഹൈ? മെഹക്. മെഹക്. आपका नाम? റഹ്മത്ത്. മൊത്തം സെറ്റപ്പ്. ഒത്തിരി പൈസ ആവുമോ? ഇല്ല ഒത്തിരി പൈസ നോർമൽ. ഭയങ്കര വെറൈറ്റി സെലക്ഷൻ ഒരു കൂട്ടമുണ്ട് ഇവിടെ. പുതിയ പുതിയ കളക്ഷൻസ് എപ്പോഴാണെങ്കിലും മാർക്കറ്റിൽ ഇറങ്ങുന്ന വൃത്തിയുള്ള വള്ളം ഉണ്ടാക്കുന്ന ആൾക്ക് നല്ലൊരു സ്ഥലമാണ്. നല്ല നാട്ടുകാര്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അയർക്കുന്ന കാഴ്ചയുടെ എപ്പിസോഡ് 5 എല്ലാ കൂട്ടുകാർക്കും ഹാർദവമായ സ്വാഗതം. പതിവ് പോലെ കാഴ്ചകൾ, വിശേഷങ്ങൾ, കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ കുസൃതി ചോദ്യങ്ങളും സമ്മാനങ്ങളും ഉണ്ട്. സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അയർക്കുന്നം സിദ്ധീസ് ഗോൾഡ് ആണ്. സിദ്ധീസ് ഗോൾഡിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഒരുപാട് താങ്ക്സ് ഉണ്ട് സിദ്ധീസ് ഗോൾഡിന്. ഈ സിദ്ധീസ് ഗോൾഡ് എന്ന് പറയുമ്പോൾ ഓൾ കേരള ലെവലിൽ അത് ആരുടെ സ്വർണം, അത് ഏത് ബാങ്കിൽ പണയം ഇരിക്കുന്നതും അല്ലാത്തതും ആയിക്കോട്ടെ, അത് എവിടെ കിട്ടുന്നതിനേക്കാൾ ഉയർന്ന വിലയിൽ അത് സ്വർണ്ണാഭരണങ്ങൾ എടുക്കുവാൻ നിങ്ങളെ സിദ്ധീസ് ഗോൾഡ് അയർക്കുന്നം സഹായിക്കുന്നു. അത് പൂർണ്ണ ഉത്തരവാദിത്തത്തോടു കൂടി. പിന്നെ കുറഞ്ഞ കാലയളവിൽ, അതായത് ഏകദേശം ഒരു 12 വർഷത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ സിദ്ധീസ് ഗോൾഡിന് സാധിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. സിദ്ധീസ് ഗോൾഡുമായിട്ട് ബന്ധപ്പെടേണ്ട കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മൾ വീഡിയോയുടെ താഴെ കാണിക്കുന്നതാണ്. അപ്പോൾ കാഴ്ച തീരുന്നില്ല. അപ്പൊ നമ്മുടെ യാത്രക്കിടയിൽ നമുക്ക് മറ്റൊരു സുഹൃത്തിനെ കിട്ടിയിരിക്കുകയാണ്. പരിചയപ്പെടാം. നമസ്കാരം. എന്റെ പേര് ജനീഷ്. അയർക്കുന്നക്കാരനാണ്. ഓക്കെ, അപ്പൊ അയർക്കുന്നതിനെ കുറിച്ച് പറയാം. എന്താ പറയാനുള്ളത്? അയർക്കുന്നതിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് A to Z സംഭവങ്ങൾ എല്ലാം ഇവിടെ നമുക്ക് കിട്ടും. നമുക്ക് നേരത്തെ കോട്ടയം പോകണമായിരുന്നു. ഇപ്പം എല്ലാ സാധനങ്ങളും ഏത് സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. വേറെ വെളിയിലെങ്കും പോകണ്ട. കർപ്പൂരം വരെ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ ഒറ്റ ഒരു കുറവെന്ന് പറഞ്ഞാൽ ബിവറേജ് മാത്രമേ ഉള്ളൂ. അതും അധികം താമസിക്കാതെ ഇവിടെ വരുമെന്ന് തോന്നുന്നു. കൂട്ടുകാരെ, ഇത് കണ്ടോ? അയർക്കുന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ ഒരു വിഷമം എന്താ വെച്ചാൽ ട്രാഫിക് ബ്ലോക്ക് ആണ്. കണ്ടോ, ഒരു വണ്ടി പോലും പോകാൻ ഇടയില്ല, ആൾക്കാർക്ക് നടക്കാൻ ഇടയില്ല. ഇത് കണ്ടോ, ഇതുപോലെ ബ്ലോക്കാണ്. ഇപ്പം എനിക്കിട്ട് വണ്ടി ഇടിച്ചേനെ. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ഒരു ബൈപ്പാസ് ഇവിടെ വേണം. അതാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഈ സുഹൃത്തുക്കളെ, നമ്മുടെ യാത്രക്കിടയ്ക്ക് നമുക്ക് ഒരു പെങ്ങളുട്ടിയെ കിട്ടിയിരിക്കുകയാണ്. പരിചയപ്പെടാം. എന്തോ പേര്? അനീന. അനീന അയർക്കുന്നം മറ്റക്കര. ഓക്കെ, തൊട്ടടുത്ത് തന്നെ. അയർക്കുന്നതിനെ കുറിച്ച് ഒരു 3-4 വാക്ക് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ? നല്ലൊരു സ്ഥലമാണ്. നല്ല നാട്ടുകാര്. മാത്രമല്ല എല്ലാ സൗകര്യവും ഉണ്ട്. എല്ലാ സൗകര്യവും. അതാണ് അയർക്കുന്നതിന് ഏറ്റവും വലിയ പ്രത്യേകത. തിരക്കും കാര്യങ്ങളുണ്ടെങ്കിൽ തിരക്ക് വേണമല്ലോ. ഇവിടുന്നാണ് ബസ് കയറി പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, ഒരുപാട് സന്തോഷം. താങ്ക് യു. കൂട്ടുകാരെ, ഉള്ള സത്യം പറഞ്ഞാൽ ഈ അയർക്കുന്നത്തൂടെ കാഴ്ചകൾ കണ്ട് തീരുന്നില്ല. ഒരുപാട് വഴികളും യാത്രകളും ഒക്കെ ഇങ്ങനെ ചെയ്ത് നമ്മൾ വരുമ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തണമെന്നുണ്ട്. പക്ഷേ വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടും എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. എന്നിരുന്നാലും ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട്. വാ കൂട്ടുകാരെ, നിങ്ങളെ അയർക്കുന്നത്തെ ഒരു അടിപൊളി റെസിഡൻസ് കാണിക്കാൻ പോവാണ്. പാർക്ക് റെസിഡൻസ് എന്നാണ് പേര്. പക്ഷേ അവിടെ കയറി ചെല്ലുമ്പോഴാണ് അവിടുത്തെ വൈബ് നിങ്ങൾ അറിയാൻ പോകുന്നത്. അവിടുത്തെ ഒരു സെറ്റപ്പ്, അവിടുത്തെ ഒരു ആംബിയൻസ്, അത് നിങ്ങളെ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടമായി പോകും. അയർക്കുന്നത്തെ ഏറ്റവും പേര് കേട്ട ഒരു റെസിഡൻസ് ആണ് പാർക്ക് റെസിഡൻസ്. വാ, ഇതാണ് പാർക്ക് റെസിഡൻസ്. കണ്ടോ, ഈ വലിപ്പം കാര്യങ്ങളൊക്കെ ഓർത്ത് നിങ്ങൾ പേടിക്കുന്നുണ്ട്. നോർമൽ റേറ്റിലുള്ള റൂം കാര്യങ്ങളൊക്കെയാണ്. അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വാങ്ങ. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഇതാണ്ട് പാർക്ക് റെസിഡൻസിൽ എത്തിയിരിക്കുകയാണ്. എന്താണ് പേര്? അനുഷ്. ഇവിടുത്തെ സ്റ്റാഫാണ്. ഇവിടുത്തെ സ്റ്റാഫാണ് അനുഷ്. മനുഷ്യ, നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു നമ്മുടെ മാനേജറെ വിളിക്കാവോ? അപ്പൊ മാനേജർ ഇപ്പൊ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഓടി നടന്ന് ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം. റെഡിയല്ലേ? അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ മാനേജർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇതോട്ടോ, ഈ കാഴ്ചകളൊക്കെ കാണാം. നല്ല വൈബാണ്, നല്ല ആംബിയൻസ് ആണ് ഇവിടുത്തെ. ഇനി ഇത് ഞാനിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ നേരിട്ട് കാണുമല്ലോ. നമ്മൾ കാണാൻ ഒരുപാട് റെസ്റ്റോറൻറ്റ് ഇതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ എല്ലാ ശനിയാഴ്ചയും പോയിട്ട് 8 മണി തൊട്ട് ലൈവ് മ്യൂസിക്, ബാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റൂമ് കാര്യങ്ങൾ ഒന്നും വേണ്ട, നമ്മൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഇപ്പൊ മാനേജർ വരാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നമസ്കാരം. ഗുഡ് മോർണിംഗ്. എന്നോട് വിശേഷമൊക്കെ? സുഖം തന്നെ. സാറാണ് ഇവിടുത്തെ മാനേജർ? അതെ, ഞാൻ ഓപ്പറേഷൻ മാനേജറാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ പാർക്ക് റെസിഡൻസിയുടെ ചങ്ക് ഇവിടുത്തെ മാനേജരാണ്. സാറിന്റെ പേര് നിഷാദ്. ഓക്കെ, നമ്മുടെ അതായത് അയർക്കുന്നം വരുമ്പോ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഇവിടെ നിങ്ങൾ കയറാതെ പോകരുത്. കാരണം ഇത്രയും വൈബായിട്ടുള്ള, ഇത്രയും കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റെസിഡൻസി, പാർക്ക് റെസിഡൻസി അല്ലേ? ഇത് എത്ര വർഷമായി തുടങ്ങി സാറേ? 1.5 വർഷം. തുടക്കം മുതലുണ്ട്. ഇതിന്റെ മൂലക്കല്ലാണ്. അതെ. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും ഇവിടുത്തെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. തീർച്ചയായും. ഓക്കെ അല്ലേ? ഓക്കെ സാർ, ഇങ്ങനെ ഒരു കാര്യം കാണിക്കും. ഈ സംഭവം ഇല്ലേ,
ഈ സാറ്റർഡേ മ്യൂസിക്കൽ നൈറ്റ് ലൈവ് മ്യൂസിക് എന്ന് പറയുന്നത്, അതെ. അതായത് എല്ലാ ശനിയാഴ്ചയും ബുധനാഴ്ചയും ഉണ്ടാവും. ശനിയാഴ്ച ബുധനാഴ്ച ഉണ്ട് ലൈവ് മ്യൂസിക് ആണ്. ലൈവ് മ്യൂസിക് ആണ്. നമ്മുടെ ഓപ്പൺ റെസ്റ്റോറന്റിലാണ്. ഓക്കെ സാറേ, അപ്പൊ നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാം. കാണിക്കാം, തീർച്ചയായും. അടുത്ത റെസ്റ്റോറന്റിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, വാ. നമുക്ക് വരുമ്പോൾ ഇതാണ് ബാങ്കറ്റ് ഹാള്. സാർ ഈ പേര് വില്ലേജ് ഗ്രാമം അടിപൊളിയാണ്. നമ്മുടെ ഇതിന്റെ മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റിന്റെ പേരാണ് അല്ലേ? അതെ. ഓക്കെ, നമുക്ക് അകത്തോട്ട് കയറി കാണാം പ്രേക്ഷകരെ. വാ. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ റെസ്റ്റോറന്റിന്റെ ഉള്ളിൽ എത്തിയിരിക്കുകയാണ്. കണ്ടോ, ഇവിടുത്തെ ആംബിയൻസ് ആദ്യം നിങ്ങളൊന്ന് കാണാം. നല്ല വെറൈറ്റി. ഇരിക്കാം. ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയണം സാറേ. അപ്പം ഇവിടുത്തെ ഫുഡ് കാര്യങ്ങൾ, ഇവിടുത്തെ സീറ്റിംഗ് മൊത്തം 42. എല്ലാവിധ ഫുഡും കിട്ടും. എല്ലാം ഭയങ്കര സെറ്റപ്പാ. വെളിയിൽ നിന്ന് കണ്ടപ്പോഴത്തേനും മൊത്തം സെറ്റപ്പ്. ഒത്തിരി പൈസ പോകുന്നേ? ഇല്ല, ഒത്തിരി പൈസ. നോർമൽ റേറ്റേ ഉള്ളൂ. അവിടുത്തെ നോർമൽ റേറ്റേ ഉള്ളൂ. ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരു സാധാരണക്കാരൻ എന്ത് ഭക്ഷണം നടത്താനും ഇവിടെ ധൈര്യമായിട്ട് വരാൻ നോർമൽ റേറ്റേ ഉള്ളൂ. സുഹൃത്തുക്കളെ, നമ്മൾ അയർക്കുന്നം പാർക്ക് റെസിഡൻസിയുടെ രുചിയുടെ അമരക്കാരൻ, ആഹാരത്തിന്റെ അമരക്കാരനെ പരിചയപ്പെടാൻ പോവാണ്. ഇവിടുത്തെ ഷെഫിനെ നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. നമ്മൾ കിച്ചണിലോട്ടാണ് പോകുന്നത്. വാ ഷെഫേ. ഷെഫ് ഇവിടെ ഉൾപ്പെട്ടു കേട്ടോ. നമസ്കാരം ഷെഫ്. ഇതാണ് നമ്മുടെ പാർക്ക് റെസിഡൻസിയുടെ രുചിയുടെ അമരക്കാരൻ. എന്താ ഷെഫിന്റെ പേര്? ജിനീഷ്. എവിടെ വീട്? മണർകാട് തന്നെയാണ് വീട്. ഈ നാട്ടുകാരൻ തന്നെയാണ്. അപ്പം എത്ര വർഷമായി ഈ ഷെഫ് ജോലി തുടങ്ങിയിട്ട്? 20 വർഷത്തോളമായി. എല്ലാവിധ ഫുഡും ഇവിടെ എല്ലാവിധ ഫുഡും ഉണ്ടാക്കാം. ഇവിടെ വന്നപ്പോൾ ഞങ്ങള് താഴെ 2 കസ്റ്റമർ പറഞ്ഞു സൂപ്പറാ, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ആ ടേസ്റ്റിന്റെ ആളായി നിൽക്കുന്നത്. അപ്പൊ ആഹാരത്തിന് രുചി കൂടണമെങ്കിൽ അവിടെ വൃത്തി വേണം. ഇവിടുത്തെ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നോക്കിയേ. എന്തായാലും സാറേ, ഇനി നമുക്ക് അടുത്ത എങ്ങോട്ടാ പോകുന്നത്? നമുക്ക് ബാങ്കറ്റ് ഹാളുണ്ട്. അങ്ങോട്ട് പോവാം. അതെ. ഓക്കെ, നമുക്ക് വാ ബാങ്കറ്റ് ഹാൾ കാണാം. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ ബാങ്കറ്റ് ഹാള്. കണ്ടോ, വിശാലമായ ബാങ്കറ്റ് ഹാളാണ്. ഇവിടെ എല്ലാവിധ ഫംഗ്ഷനും, ബർത്ത്ഡേ ആയിക്കോട്ടെ, ആനിവേഴ്സറി ആയിക്കോട്ടെ, ബാപ്റ്റിസം ആയിക്കോട്ടെ, എന്ത് ഫംഗ്ഷനും ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള സ്പേസ് ഉണ്ട്. കണ്ടോ, അടിപൊളിയല്ലേ? അപ്പൊ സാറേ, അടിപൊളി സൂപ്പർ വൈബാണ്, നല്ല ആംബിയൻസ് ആണ്. ഇവിടെ എത്ര സീറ്റിംഗ് ഉണ്ട് സാറേ? 100 അല്ലേ? എല്ലാവിധ ഫംഗ്ഷൻസും എല്ലാവിധ. ആ കൂട്ടത്തില് പാട്ട കാര്യങ്ങൾ, മ്യൂസിക് സിസ്റ്റം, എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇനി അടുത്ത് എവിടെ സാറേ? നമുക്ക് ഓപ്പൺ റെസ്റ്റോറന്റിലേക്ക് പോകാം. ഓപ്പൺ റെസ്റ്റോറന്റ് തേർഡ് ഫ്ലോറിൽ. അവിടെ ലൈവ് മ്യൂസിക് അവിടെ പോയി കാണാം. വാ. അപ്പൊ പ്രേക്ഷകരെ, നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് കണ്ടോ, അർബൻ ഹൗസ് റൂഫ് ടോപ്പ് ബൈ മായാബേ. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ അല്ലേ സാറേ? അതെ, ഇവിടെ. വാ. അപ്പൊ നമ്മള് റൂഫ് ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ കണ്ടോ. എന്തായാലും ഭയങ്കര രസമുണ്ട് കൂട്ടുകാരെ. ഇതുവഴി പോകുമ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കയറി ഇവിടുത്തെ അനുഭവം നേരിട്ടൊന്ന് അറിയണം. അത്രയ്ക്ക് മനോഹരമാണ്. കണ്ടില്ലേ എന്താ ആംബിയൻസ്? ഇവിടെ എത്ര സീറ്റിംഗ് ഉണ്ട് സാറേ? ഇവിടെ 42. ഇവിടെ 42. അപ്പൊ കൂട്ടുകാരെ, നമ്മള് റൂഫ് ടോപ്പിലെ അകത്തെ ആംബിയൻസ് കാഴ്ചകൾ കണ്ടു. വെളിയിലോട്ട് നോക്കി ഭയങ്കര കാറ്റാണ് ഇവിടെ നിന്ന്. ചിലപ്പോൾ വൈകിട്ടത്തെ കാര്യം പറയേണ്ട കാര്യമില്ല അല്ലേ സാറേ? നല്ല രസമല്ലേ ഇവിടെ? തീർച്ചയായും. ഇതുണ്ടോ, മൂൺ ബോർഡ് റൂം, ഒരു മീറ്റിംഗ് റൂമാണ്. അങ്ങോട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. വായോ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ മീറ്റിംഗ് റൂം. അടിപൊളി, നല്ല സെറ്റപ്പ്. സാർ, ഇവിടെ ഈ ഫംഗ്ഷൻസും കാര്യങ്ങൾ പറഞ്ഞ മീറ്റിംഗ് ഫാമിലി മീറ്റിംഗും കമ്പനി മീറ്റിംഗും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് സ്യൂട്ട് റൂമാണ്. വാ. കയറി ചെല്ലുമ്പോഴേ സെറ്റ് കാര്യങ്ങൾ എല്ലാ സെറ്റപ്പും ഉണ്ട്. TV ഉണ്ട്. അടിപൊളിയല്ലേ? ഇനിയുണ്ട് നമ്മുടെ ഇവിടുത്തെ മെയിൻ റൂം കാണാൻ പോവാണ്. കണ്ടോ, നല്ല രസമല്ലേ? നല്ല ആംബിയൻസ് അല്ലേ? വേറെ സൂത്രം എടുത്തുകൊണ്ടു ഇങ്ങോട്ട് വെളിയിലോട്ട് നോക്കി. അടിപൊളിയല്ലേ? എന്നാലും ഭയങ്കര രസമുണ്ട്. ഇടയ്ക്കൊക്കെ ഇവിടെ വരണം. നല്ല ആംബിയൻസ് കാര്യങ്ങള് നിങ്ങൾ കണ്ടല്ലോ. അതായത് ഇപ്പൊ നമ്മളിപ്പോൾ സ്യൂട്ട്, അപ്പൊ നിങ്ങൾ ഓർക്കും ഒരുപാട് റേറ്റും കാര്യങ്ങളൊക്കെ ആവുമായിരിക്കും. ഇത് സ്യൂട്ട് റൂമാണ്. ഇതിന് 24 hours 3500 രൂപ. അതുപോലെ മറ്റ് റൂമുകളുണ്ട്, ഡീലക്സ് റൂമുകൾ. അതിനൊക്കെ 24 hours 2300 രൂപ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡീലക്സ് റൂമാണ്. 24 hours 2300 രൂപ. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തപ്പി ഇവിടെ വരും. ഇത് നോക്കിക്കോ, വാ കാണാം. ഇതേ TV, ഫ്രീ വൈഫൈ ആണ്. കണ്ടോ, സെറ്റപ്പ് കണ്ടോ, അടിപൊളിയല്ലേ? ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഈ പുറത്തോട്ട് നോക്കുമ്പോഴത്തേനും ഇത് കണ്ടോ, ഈ വൈബ് നിങ്ങളത് കണ്ടേ. കണ്ട. അപ്പൊ നമ്മൾ ഈ റൂമുകളുടെ കാഴ്ചകളിലൂടെ ഇങ്ങനെ പോയപ്പോൾ അടുത്തത് ഈ ഫാമിലിയൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ താമസിക്കാൻ പറ്റുന്ന ട്വിൻ ബെഡ്റൂം. ഞാൻ രസം നോക്കിയതേ കണ്ടോ, അടിപൊളിയല്ലേ? സൂപ്പറല്ലേ? ഫാമിലി ആയിട്ടും കുട്ടികളൊക്കെ ആയിട്ടും അത് നമുക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യാം.
അത് വെട്ടിക്കിട്ട് ഫുഡും കാര്യങ്ങളുമാണ് ഇവിടുത്തെ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ എൻ്റെ പൊന്നു കൂട്ടുകാരെ, നമ്മുടെ പാർക്ക് റെസിഡൻസി എല്ലാം ഇങ്ങനെ കറങ്ങി മൊത്തം കണ്ട് കഴിഞ്ഞ് ഇവിടെ വന്നപ്പം ഭയങ്കര ഒരു ദാഹം. അപ്പം ഞാനും എനിക്കും നമ്മുടെ ക്യാമറമാനും ഒരു 2 ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പം വരും, നമുക്ക് കുടിക്കാം. അതെ വരുന്നുണ്ട് കേട്ടോ. താങ്ക് യു. പിന്നെ തണ്ണിമത്തങ്ങ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്. ഇത് കൊണ്ടുതന്ന നമ്മുടെ സുഹൃത്തുക്കളെ കണ്ടില്ലേ, ഇവിടുത്തെ സ്റ്റാഫുകളാണ്. മലയാളം മാലും തോടാ മാലും കുറച്ച് പറയും. മലയാളത്തിൽ എന്തെങ്കിലും 2 വാക്ക് പറയാമോ? എന്നെ കൊണ്ട് വിശേഷം, സുഖമാണോ? നമ്മുടെ പ്രേക്ഷകര് ഹായ്, സുഖമാണോ? സുഖം. നാം ക്യാ ഹൈ? മെഹക്. അപ്പനെ റഹ്മത്ത്. ഇധർ സെ പഞ്ചാബ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ടെൻഷൻ മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് എവിടെങ്കിലും സന്തോഷിക്കാൻ അല്ലെങ്കിൽ നമുക്കൊരു ഒരു വൈബ് കിട്ടാൻ ആഗ്രഹം തോന്നുമ്പോൾ നേരെ ഇങ്ങോട്ട് വരിക. നമ്മുടെ പൊന്നു ചങ്ങ നിഷാസാർ ഇവിടെ ഉണ്ട്. ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് ഇവിടെ വരാം. ഫാമിലി ആയിട്ടും ഫംഗ്ഷൻ ആയിട്ടും മീറ്റിംഗ് ആയിട്ടും ഒക്കെ വരാം. നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലേ? നമ്മുടെ അയർക്കുന്നം പാർക്ക് റെസിഡൻസി പൊളിയാ. അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അയർക്കുന്നത്തിന്റെ കാഴ്ചകളിലൂടെ നമ്മളിങ്ങനെ വരുമ്പോ കരിവേലിൽ പച്ചമീൻ കട ഭയങ്കര തിരക്കുന്നുണ്ടോ? ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളിവിടെ ഇവർക്ക് ഒരു ടാസ്ക് കൊടുക്കുകയാണ്. നമ്മുടെ സിദ്ധി സ്കൂളിൽ നൽകുന്ന ഒരു സ്പെഷ്യൽ സമ്മാനം, അതായത് വെടിക്കെട്ട് സമ്മാനം കൊടുക്കുന്നതാണ്. ഇതിനകത്ത് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളം ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ചിലർക്ക് അറിയത്തില്ല, എനിക്കറിയത്തില്ല. എന്നിരുന്നാലും ഏറ്റവും മനോഹരമായ വള്ളം ഏറ്റവും പെട്ടെന്ന് ആരുണ്ടാക്കി തരുന്നോ അവർക്ക് ഒരു കിടില സമ്മാനം സിദ്ധി സ്കൂളിൽ അയർക്കുന്നം നൽകുകയാണ്. അപ്പൊ ഇവർക്കെല്ലാം പേപ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വണ്ടൂത്തിൽ സ്റ്റാർട്ട് പറയുമ്പോൾ എന്തോ ഓടിയോ. അപ്പൊ ഒരുപാട് ആൾക്കാർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വിധി പറയുന്നത് ഞാനോ ക്യാമറാമാനോ ഡയറക്ടറോ അല്ല, അത് വെളിയിൽ നിന്ന് ഒരാൾ പറയും, അമ്മ പറയും. അമ്മേ പോകല്ലേ? അപ്പം തുടങ്ങാം. മണ്ടൂത്തിൽ സ്റ്റാർട്ട് പറയുമ്പോൾ തുടങ്ങാം. പ്രേക്ഷകരെ 1 2 3 സ്റ്റാർട്ട്. അങ്ങനെ പോട്ടെ. അങ്ങനെ ഏറ്റവും വേഗത്തിൽ ഏറ്റവും വൃത്തിയുള്ള വള്ളം ഉണ്ടാക്കുന്ന ആൾക്ക് നമ്മളൊരു കിടില സമ്മാനം സിദ്ധി സ്കൂളിൽ അയർക്കുന്നം നൽകുന്ന കിടില സമ്മാനം നൽകുന്നതാണ്. ആത്മാർത്ഥമായിട്ട് വള്ളത്തിന് വേണ്ടി പണിയെടുക്കൂ. അതാണ്ടേ എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാരും വള്ളം ഉണ്ടാക്കി തന്നു. നമ്മൾ ആദ്യം എല്ലാരും നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു, ആദ്യം ഏറ്റവും വൃത്തിയുള്ള വെള്ളം ഏറ്റവും സ്പീഡിൽ ആദ്യമായിട്ട് ആയിരുന്നു. അപ്പൊ 3 വെള്ളം നമുക്ക് കൈ കിട്ടി. അപ്പൊ ഈ 3 വെള്ളമാണ് നമുക്ക് ഏറ്റവും പെട്ടെന്ന് കിട്ടിയത്. ചുണ്ടൻ വെള്ളമാണോ കൊതുമ്പോളമാണോ നമുക്ക് നോക്കാം. അപ്പൊ അമ്മയുടെ പേര് പറഞ്ഞേ. ഏലിയാമേ, എന്നാ ഉണ്ട് അമ്മച്ചി? സുഖം. മീൻ മേടിച്ചു. അപ്പൊ നമ്മള് ഇങ്ങനെ കണ്ടല്ലോ, നമ്മുടെ റെഫർ ചെയ്താണ് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട വള്ളം എന്ന് പറഞ്ഞ്. അമ്മ കൈ പിടിച്ചേ, ഇത് പിടിച്ചേ. ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട വള്ളം, ഇതെല്ലാം നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വള്ളം പറ. അമ്മയാണ് വിധികർത്താവ്. ഇതാണോ? ഈ വള്ളമാണ്. ഇത് ആരും ഉണ്ടാക്കി? പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ടാസ്ക് വിജയിച്ചിരിക്കുന്നത്, നല്ല വള്ളം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഏലിയാമ്മ ചേച്ചിയാണ്. നമ്മുടെ ജഡ്ജ് തെരഞ്ഞെടുത്തത് നല്ല വള്ളം ഉണ്ടായിരിക്കുന്നത് ചേച്ചി. നമുക്ക് പരിചയപ്പെടാം. എന്തുവാ പേര്? സുനിത. ചേച്ചിക്ക് പറഞ്ഞു. സുനിത ചേച്ചി അയർക്കുന്നകാരിയാണോ? തിരുവഞ്ചൂര്. ഓക്കെ. എന്നിരുന്നാലും ഇവിടെ മീൻ മേടിക്കാൻ വന്നു, ടാസ്ക് വിജയിച്ചു. അപ്പൊ ചേച്ചിക്ക് നമ്മള് സിദ്ധി സ്കൂളിൽ നൽകുന്ന ഇത് കണ്ടോണേ, നല്ല വൃത്തിയുള്ള വള്ളമാണ്. അപ്പം നമ്മുടെ സിദ്ധി സ്കൂളിൽ നൽകുന്ന ഒരു കിടിലൻ സമ്മാനം ചേച്ചിക്കുണ്ട്. ഒരു 1-1.5 ആഴ്ചത്തേക്ക് പലചരക്കടയിൽ പോകേണ്ടി വരത്തില്ല. സമ്മാനം എടുത്തോണ്ട് ഓടി വരട്ടെ. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ സുനിത ചേച്ചിക്ക്, അതായത് നമ്മുടെ ടാസ്ക് വിജയിച്ച സുനിത ചേച്ചിക്ക് നമ്മൾ സിദ്ധി സ്കൂളിൽ അയർക്കുന്നം നൽകുന്ന ഒരു കിടിലൻ സമ്മാനം കൊടുക്കാൻ പോവാണ്. പിടിച്ചോ. സിദ്ധി സ്കൂളിൽ അയർക്കുന്നം നൽകുന്ന ഒരു കിടിലൻ സമ്മാനം നമ്മുടെ സുനിത ചേച്ചിക്ക് നമ്മൾ കൈമാറിയിരിക്കുകയാണ്. സന്തോഷമായോ? അപ്പൊ സിദ്ധി സ്കൂളിനെ കുറിച്ച് ഒരു കാര്യം പറയാം. നമ്മുടെ കേരളത്തിൽ എവിടെയും, അതായത് നമ്മുടെ സ്വർണ്ണം പണയത്തിൽ ഇരിക്കുന്നതാണെങ്കിലും അല്ലെങ്കിലും ഇപ്പൊ കിട്ടുന്നതിനേക്കാളും ഏറ്റവും കൂടിയ വിലയിൽ അത് എടുക്കാൻ സിദ്ധി സ്കൂളിൽ നമ്മളെ അയർക്കുന്നം സിദ്ധി സ്കൂളിൽ നമ്മളെ സഹായിക്കുന്നതാണ്. ഓർമ്മ വെച്ചോണം. അതിന്റെ കാർഡ് ഇപ്പൊ നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ സുഹൃത്തുക്കളെ, അയർക്കുന്നത്തുള്ള ഒരു ഇന്റീരിയർ ഹോമാണ് ഇനി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. വുഡ് ആർട്ട്, അവിടുത്തെ വിശേഷങ്ങളും വ്യത്യസ്തമായ കാഴ്ചകളുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. വാ സാറേ, നമസ്കാരം. എന്നോട് വിശേഷമൊക്കെ? നല്ലതായിട്ട് പോണു. സാറിന്റെ പേര്? എന്റെ പേര് മാത്യു അറീസ്. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞു. ഇവിടെ ഏറ്റവും ഒരു കാര്യം ചോദിച്ചു, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, ഇവിടെ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള ഒരു സംഭവം ഏതാണ്? കസേരയാണോ, അതോ മേശയാണോ, അതോ നമ്മുടെ അലമാരിയാണോ? അല്ല, ഓൾമോസ്റ്റ് എല്ലാം തന്നെ പോകുന്നുണ്ട്. എല്ലാം തന്നെ പോകുന്നുണ്ട്. നമുക്ക് പ്രധാനമായിട്ടുള്ളത് വുഡൻ ഫർണിച്ചേഴ്സ് ഉണ്ട്, സ്റ്റീൽ ഫർണിച്ചേഴ്സ് ഉണ്ട്,
പിന്നെ ഈ പ്ലാസ്റ്റിക് ഫർണിച്ചേഴ്സ് ഉണ്ട്. ആ. ഇതെല്ലാം തന്നെ ഒരുമാതിരി എല്ലാം പോകുന്നു. തടി എന്ന് പറയുമ്പോൾ ഒറിജിനൽ തേക്ക്, മഹാഗണി, ഈട്ടി ഈട്ടി, മഹാഗണിയുടെ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. അത് നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് കാണിക്കുമോ? പിന്നെന്താ അങ്ങോട്ട് വന്നു അവിടെ കൂടുതൽ കിടക്കുന്നത് നോക്കുന്നത് ബെഞ്ചാണ്. നല്ല സെറ്റി പോലത്തെ അടിപൊളി ഒരു സാധനമാണ്. ഇത് തടി ഏതായത്? ഇത് തേക്ക് തടി, കൂപ്പ് തേക്ക്. കസേരയാണോ 500 കൊടുക്കാവുന്നതാണ്. അതെ. പിന്നെ ഇത് നമ്മുടെ സ്റ്റീൽ ഫർണിച്ചേഴ്സ് ആണ്. സ്റ്റീൽ ഫർണിച്ചറിൽ ഇത് ഡൈനിങ് ടേബിൾ ആണ്. ഇത് ദിവാങ്കോട്ട്. അത് ദിവാങ്കോട്ടാണ്. ഇത് ഇതിന്റെ ചെയറാണത്. ചെയറാണ്. പിന്നെ മാട്രസസ് ഉണ്ട്. മാട്രസ് പെപ്സിന്റെ ഉണ്ട്. എല്ലാം ബ്രാൻഡാണ്. എല്ലാം ബ്രാൻഡാണ്. എല്ലാം വിത്ത് 1 year എങ്കിലും വാറന്റി ഉള്ളത് നമ്മൾ കൊടുക്കുള്ളൂ. ഇത് പിന്നെ നമ്മുടെ നോക്കൂ, ഇത് കണ്ടോ ആ സംഭവം. ഇത് നമ്മുടെ ഈ ഓഫീസിലൊക്കെ ഇടുന്ന ചെയർ, റിവോൾവിംഗ് ചെയർ, ഓഫീസ് ചെയർ. പിന്നെന്താ വയനാട് ഇത് റിവോൾവിംഗ് ചെയർ, ഓഫീസ് ചെയർ ആണ്. പിന്നെ അതിന് വേറെ മോഡൽ ഉണ്ട്. അത് വേറെ, ഇതിന്റെ വേറെ മോഡൽ. വേറെ മോഡൽ കാരണം ഇത് കണ്ടോ ഹൈറ്റ് ഉണ്ട്, നമ്മുടെ ഷോൾഡർ ലെവലിൽ ഹൈറ്റ് ഉണ്ട്. പിന്നെ ഇതെല്ലാം കസേരകളെല്ലാം ഉണ്ട്. ഈ അലമാരി കാര്യങ്ങളും അത് ബുഡനുണ്ട്, സ്റ്റീലുണ്ട്, അവിടെയൊക്കെ കിടപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബ്രാഞ്ചാണ്. ഞങ്ങളുടെ ഒറിജിനൽ എന്ന് പറയുന്നത് മണകാട് കവലയിലാണ്. മണർകാട് കവല എന്ന് പറയുമ്പോൾ മണർകാട് കവലയിൽ നിന്നും ഇവിടുന്ന് കോട്ടയത്തിന് പോകുമ്പോൾ മണർകാട് ജംഗ്ഷൻ അവിടുന്ന് പുതുപ്പള്ളിക്ക് കിടക്കുന്ന റോഡുണ്ട്. ഓ, മനസ്സിലായി. അപ്പം പ്രേക്ഷകരെ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വരാം. ഞങ്ങൾ മണർകാട് വരുന്ന ഓടിപ്പോയിട്ട് വരാം. വൈ നോട്ട്. അപ്പൊ കൂട്ടുകാരെ, ഇതാണ് ഞാൻ പറഞ്ഞ വുഡ് ആർട്ട് ഫർണിച്ചർ മാർട്ട്. 22 വർഷത്തെ സേവന പാരമ്പര്യമുള്ള വുഡ് ആർട്ട് ഫർണിച്ചർ മാർട്ട്. നമുക്ക് അകത്ത് കയറി വിശേഷങ്ങളൊക്കെ അറിയാം. ഒരു രക്ഷയില്ല, അതുപോലത്തെ ഐറ്റംസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. വാ. സാറേ നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. സാറിന്റെ പേരെന്തുവാ? ബിനു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ പറഞ്ഞ് പരിചയപ്പെടുത്താനുള്ള ഒരു സെയിൽസ് മാനേജറല്ലേ ഇവിടുത്തെ? ബിരിച്ചേട്ടൻ. ബിരിച്ചേട്ടൻ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതാണ്. ഒരു രക്ഷയില്ലാത്ത കളക്ഷനാണ്. ഇത് തള്ളല്ല, നമുക്ക് കണ്ടു നോക്കാം, അന്നേരം അറിയാലോ. തീർച്ചയായിട്ടും. ഇത് ഏറ്റവും പുതിയൊരു മോഡൽ വന്നിരിക്കുന്ന ബെഞ്ചാണിത്. സിറ്റൗട്ട് ബെഞ്ച്. ഇതിന്റെ പല വെറൈറ്റികൾ നമ്മളുണ്ട്. തേക്ക ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ട്രീറ്റ് വുഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല മോഡൽ കളക്ഷൻസ് ഇതിനകത്തുണ്ട്. ഇത് ഏറ്റവും ട്രെൻഡി ആയിട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ മോഡലാണ്. തേക്കാണോ? ഇത് തേക്കാണ്. ഇത് ട്രീറ്റ് വുഡ് ആണ്. അങ്ങനെ നമ്മൾ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരം അവർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംഭവം അവർ പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മൾ ഇവരെ മോഡൽ കാണിക്കും. ഇനി അഥവാ നമ്മൾ മോഡൽ കാണിക്കുന്ന നമുക്ക് ഇഷ്ടപ്പെടില്ല, അവരുടെ മനസ്സിലൊരു മോഡൽ ഉണ്ടെങ്കിൽ അവർ നമ്മളെ കാണിച്ചാൽ അത് തീർച്ചയായിട്ടും നമുക്ക് 10 ദിവസം സമയം കിട്ടിയാൽ മതി. നമ്മൾ കസ്റ്റമേഴ്സ് ചെയ്ത് 10 ദിവസം കിട്ടിയാൽ അവരുടെ വീട്ടിൽ എത്തിച്ചിരിക്കും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അങ്ങനത്തെ ഷോപ്പ് സത്യം പറഞ്ഞാൽ കോട്ടയം ജില്ലയിൽ ഉണ്ടെന്ന് എനിക്ക് അതാണ് പറഞ്ഞത്. ഇവരുടെ സർവീസ് ആണ് ഏറ്റവും പ്രധാന. ബെഞ്ചിന്റെ കളക്ഷൻസ് ആണ് ഈ കിടക്കുന്നത്. ഇതെല്ലാം കിടക്കുന്നത്. ഇത് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അടുത്തത് കസേരകളുണ്ട്. അങ്ങനെ അതുപോലെ വെറൈറ്റി മോഡൽ ഈസി ചെയർ. ഇത് റോക്കിംഗ് ചെയർ. ഈ റോക്കിംഗ് ചെയർ ഇങ്ങനെ ആടാൻ പറ്റും. ഇത് നമ്മൾ ഈട്ടിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ട്രീറ്റ് വുഡ് ചെയ്യുന്നുണ്ട്, തേക്ക ചെയ്യുന്നുണ്ട്. സാർ ഇതിന്റെ ഇതത്ര വരുന്നു. ഇനി പൊക്കോട്ട് മറിഞ്ഞു. ഇത് നമ്മുടെ തേക്കലാണ് സാറേ. ഇത് തേക്കയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഈട്ടിയെ വേണം ഈട്ടിയെ ചെയ്യാം. ട്രീറ്റ് വുഡ് ചെയ്യണം, ട്രീറ്റ് വുഡ്. നമുക്ക് അകത്ത് കയറി അകത്തെ വിശേഷങ്ങൾ കാണാം. വാ. ബിരിച്ചേട്ടാ, വെളിയിൽ നിന്ന് കണ്ടത് അത്ഭുതം, ഇനി കാണാൻ പോകുന്നത് മഹാത്ഭുതം. ഇതൊന്നും നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി അകത്തെ. തീർച്ചയായിട്ടും. ഇത് നമ്മളെ കോർണർ സോഫയാണ്. ഈ കോർണർ സോഫ എന്ന് പറയുന്നത് ഏറ്റവും വലുപ്പം കുറച്ച് ചെയ്തിരിക്കുന്നത്. കോർണർ സോഫയുടെ മെഷർമെന്റ് എന്ന് പറയുന്നത് സാധാരണ വലുതാണ് വരാറുള്ളത്. പക്ഷേ നമ്മൾ ഒരു സൈസ് കുറച്ച് ചെയ്തിരിക്കുന്നത്. ചില വീടുകളിലെ സൈസ് കുറച്ച് സ്പേസ് കുറവായിരിക്കും. അതുകൊണ്ട് അതിനുവേണ്ടിയാണ് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്. തടിയും കാര്യങ്ങളും തേക്ക കൂപ്പ് ഫോറസ്റ്റ് തേക്കലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇതിന്റെ കളർ ഇപ്പൊ നമ്മൾ ഇത് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. കസ്റ്റമറുടെ താല്പര്യപ്രകാരം നമുക്ക് അതിന്റെ കളർ മാറ്റി ചെയ്യണമെങ്കിൽ മാറ്റി ചെയ്യാം. വലിപ്പം കൂട്ടി ചെയ്യണമെങ്കിൽ വലിപ്പം കൂട്ടി ചെയ്യാം. വലിപ്പം കുറച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. വെറൈറ്റി കളറൊക്കെ ആണുള്ളത്. ഇത് നമ്മൾ ഈട്ടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഈട്ടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഈട്ടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ലൈഫ് ലോങ് ആണ് നമ്മൾ ഇതിന് വാറണ്ടി കൊടുത്തിരിക്കുന്നത്. നോട്ട് ദ പോയിന്റ്, ലൈഫ് ലോങ് വാറണ്ടിയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഇതും ഈ രീതിയിൽ പറഞ്ഞിരിക്കുന്നത് നല്ല രീതിയിലുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ ഇതും കോർണർ സോപ്പ് ആയിട്ടാണ് വരുന്നത്. വ്യത്യാസം വരുത്തണമെങ്കിൽ നമ്മുടെ സ്പേസ് അനുസരിച്ച് അങ്ങനെ നമ്മൾ ചെയ്യാം. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കോ, ഇഷ്ടം പോലെ മോഡൽ കിടക്കുന്നു. നോക്കിക്കോ, അടിപൊളി. ഇത് കൂപ്പ് തേക്കാണോ ചേട്ടാ? എല്ലാം നമ്മൾ കൂപ്പ് തേക്കിലേ ചെയ്യുന്നുള്ളൂ. ഇത് നമ്മൾ വാറണ്ടി പറഞ്ഞതിനാണ് മുഴുവൻ ചെയ്യുന്നത് കൂപ്പ് തേക്കില. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരുപാട് വെറൈറ്റി റിക്ലൈനറുകളുണ്ട്. അതിനകത്ത് ഒരെണ്ണം ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ പരിചയപ്പെടുത്താം. ഇത് കേട്ടോ, ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഉണ്ടോ നല്ല സുഖമാണ് ഇങ്ങനെ ഇരിക്കുക. ഇത് മാത്രമല്ല, ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഒരു റിക്ലൈനർ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇതാണ്
ആ റിക്ലൈനർ, അതായത് ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഒരു റിക്ലൈനറാണ് ഇത് കേട്ടോ. അപ്പൊ ബിരിച്ചേട്ടാ, ഞാൻ ഇങ്ങനെ എല്ലാം ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇത് എനിക്കൊരു പ്രത്യേകം ഇഷ്ടപ്പെട്ടു. അതായത് ഒരു വെടിക്കെട്ട് സംഭവമാണ്, ഒരു കിടക്കാച്ചി സംഭവം. ഇതിനത് പ്രത്യേകത എന്തുവാ? ഇതിപ്പോ ഏറ്റവും നല്ല ഒരു പുതിയ മോഡല്. ഒരു കസ്റ്റമർ നമ്മളുടെ ഇവിടെ വന്ന് ആവശ്യപ്പെട്ടപ്പോഴത്തേക്ക് നമ്മൾ ഒരു പാർട്ടിക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തായിരുന്നു. അത് ഇവിടെ കിടന്നപ്പം തന്നെ വേറൊരു കസ്റ്റമർ വന്ന് അത് കണ്ട് ഇഷ്ടപ്പെട്ട് അത് ഓൾറെഡി സെയിലായി പോയി. അപ്പം അത് കാരണം ഇതിപ്പം അടുത്ത കസ്റ്റമർ, ആ ഓർഡർ ചെയ്ത കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ എടുത്തിട്ടിരിക്കുന്നതാണ്. ഇതിന് ഇപ്പൊ ഏറ്റവും പുതിയ ട്രെൻഡ് ആയത്. കസ്റ്റമർ പറയുന്ന രീതിയിലുള്ള കളറിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ട്രെൻഡി ആയിട്ടൊരു മോഡലുമാണ്. അടിപൊളി. അപ്പൊ ബിരിച്ചേട്ടാ, ഇവിടെ വാർഡ്രോബ്സിന്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. തീർച്ചയായിട്ടും സാർ, ഇവിടെ നോക്കിയോ, വെറൈറ്റി ഐറ്റങ്ങളാണ്. ഇത് വരുമ്പോൾ 3 ഡോർ വരും. ഈ 3 ഡോർ വാർഡ്രോബ് ആണ് വരുന്നത്. ഇത് വരുമ്പോൾ 3 ഡോറിൽ തന്നെ ഡ്രസ്സിംഗ് കൂട്ടിയാൽ വരുന്നുണ്ടോ. തൊട്ടപ്പുറത്തിരിക്കുന്നതും അതുപോലെ 3 ഡോർ വാർഡ്രോബാണ്. ഇതിന്റെ ഗുണം എന്നാന്ന് ചോദിച്ചാൽ ഇതിനകത്ത് നമുക്ക് ഇഷ്ടം പോലെ ഡ്രസ്സ് ഇഷ്ടം പോലെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ ബിരിച്ചേട്ടാ, ഇതെല്ലാം നമ്മുടെ ഫോറസ്റ്റ് തേക്കിൽ ചെയ്യുന്നതാണ്. നമ്മൾ ഇത് പല മോഡലുകളിനകത്തുണ്ട്. വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ വെറൈറ്റി ഏറ്റവും പുതിയ ഒരു മോഡലാണ് ഇപ്പൊ ഇത് വന്നിരിക്കുന്നത്. ഇത് ഏറ്റവും നല്ല ഒരു പുതിയ മോഡലുമാണ്. ഒന്ന് തുറന്നു നോക്കി, ഇതിനകത്ത് ഇഷ്ടം പോലെ ഫെസിലിറ്റി ഉണ്ട്. ഇത് നമ്മളെ ഫോറസ്റ്റ് തേക്കിലാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ തേക്ക് ഫോറസ്റ്റ് ലൈഫ് ലോങ് ഇതിന് ഗ്യാരണ്ടി ഉണ്ട്. ബിരിച്ചേട്ടാ, ഇത് കൊള്ളാലോ. ക്ലോക്കിന്റെ പ്രഷർ ചെയ്തോട്ടോ. ക്ലോക്കിന്റെ ഒരു ഭയങ്കര വെറൈറ്റി സെലക്ഷൻ ഒരു കൂട്ടമുണ്ട് ഇവിടെ. പുതിയ കളക്ഷൻസ് എപ്പം ആണെങ്കിലും മാർക്കറ്റിൽ ഇറങ്ങുന്ന ഏറ്റവും പുതിയ മോഡലുകൾ നമ്മുടെ കയ്യിൽ എപ്പോഴും അവൈലബിൾ ആണ്. ഒരുപാട് സന്തോഷം. അപ്പൊ എന്നിരുന്നാലും ഒന്നും മേടിച്ചില്ലേലും വേണ്ടിയല്ലേ, വരുമ്പോ ഈ വഴി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറുക, ഇവിടുത്തെ വെറൈറ്റി സെലക്ഷൻസ് കളക്ഷൻസ് കാണുക. ഓക്കെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ അയർക്കുന്ന കാഴ്ചകളുടെ എപ്പിസോഡ് 5 നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പതിവ് പോലെ കുസൃതി ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. ഈ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അയർക്കുന്നം സിദ്ധീസ് ഗോൾഡ് ആണ്. സിദ്ധീസ് ഗോൾഡിന് 1000 നന്ദി. ഈ സിദ്ധീസ് ഗോൾഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾ കേരള ലെവലിൽ അത് ആരുടെ സ്വർണം ഏത് ബാങ്കിൽ പണയം ഇരിക്കുന്നതും അല്ലാത്തതുമായിക്കോട്ടെ, അത് എവിടെ കിട്ടുന്നതിനേക്കാൾ ഉയർന്ന വിലയിൽ എടുക്കുവാൻ നിങ്ങളെ സിദ്ധീസ് ഗോൾഡ് അയർക്കുന്നം സഹായിക്കുന്നതാണ്. അതും പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി. പിന്നെ കുറഞ്ഞ കാലഘട്ടം, അതായത് ഒരു 12 വർഷത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ സിദ്ധീസ് ഗോൾഡ് അയർക്കുന്നത്തിന് സാധിച്ചു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. സിദ്ധീസ് ഗോൾഡുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഈ വീഡിയോയുടെ താഴെ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പം ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനി പുതിയ കാഴ്ചകളും വിശേഷങ്ങളും യാത്രകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തുന്നതാണ്. അതുവരെ ബൈ ബൈ.